ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പയ്യൻസ് നിൽക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? നിറച്ച് നമ്മുടെ ക്ലോത്ത് ലിക്വിഡ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ നമ്മളിട്ട് കഴുകുന്ന ലിക്വിഡ് വാഷ്, ആ സാധനം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ചിത്രമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ ക്ലോത്ത് ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് വാഷ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇടാം. അതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ ലിക്വിഡ് വാഷ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ ക്ലോത്ത് വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ തുണി ഇട്ട് കഴുകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് നല്ല മണത്തോടു കൂടിയും വളരെ എളുപ്പത്തിലും കഴുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ലിക്വിഡ് വാഷ് അല്ലെങ്കിൽ ക്ലോത്ത് വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിത് 10 ലിറ്റർ ക്ലോത്ത് വാഷ് ഇവിടെ ഉണ്ടായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലോത്ത് വാഷ് ഉണ്ടാക്കുന്ന ആ ഒരു രീതി എങ്ങനെയാണ് എന്ന് നിങ്ങളെ കാട്ടിത്തരാൻ പോവുകയാണ്. കമോൺ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പുലി നമ്മുടെ പയ്യൻ തന്നെയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ സാധനങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ലിക്വിഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ നമ്മൾ വാങ്ങുന്നത് കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന പൈലറ്റ് സോപ്പ് കോർണർ എന്ന് പറയുന്ന ഒരു കടയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് പൈലറ്റ് സോപ്പ് കോർണർ എന്ന് പറയുന്നത്. നമ്മൾ യൂട്യൂബിൽ 95% വീഡിയോസ് എടുത്തു കഴിഞ്ഞാലും ഈ 95% വീഡിയോയിലും എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് തീർത്തും ഈ ഒരു പൈലറ്റ് സോപ്പ് കോർണർ എന്ന് പറയുന്ന കടയിൽ നിന്ന് തന്നെയാണ് ഇവരെല്ലാവരും ഈ ഒരു സാധനം വാങ്ങിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മളും ഈ ഒരു സാധനം വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഇതിന് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇത് നമ്മൾ ഒരു വെളുത്ത പൊടിയാണ് കേട്ടോ. ഇത് 1 നമ്പർ സാധനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതിന് നമ്മളൊരു സ്ലറി ചേർക്കുന്നുണ്ട്. ഒരു ജെല്ല് പോലൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ സ്ലറിയാണ് നമ്മുടെ ക്ലോത്ത് ലിക്വിഡ് ഫൈനാണോ അല്ലെങ്കിൽ ഏറ്റവും മികച്ചതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു സ്ലറിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ പലതരത്തിലുള്ള വിലയുണ്ട്. കുറഞ്ഞ വില മുതൽ കൂടിയ വില വരെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാം കൂടിയ ഐറ്റമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളതിൽ ഏറ്റവും മികച്ച, അതായത് ഏറ്റവും മികച്ച കമ്പനികൾ ഇറക്കുന്ന അതേ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു വെളുത്ത പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് 3-ാം നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ അതിൻ്റെ ഓരോ നമ്പർ ഇവർ കൊടുത്തിട്ടുണ്ട്. അതിലൊരു സ്ലിപ്പും തന്നിട്ടുണ്ട്. ആ സ്ലിപ്പിൽ നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നിട്ടുണ്ട്. ഈ ഒരു സ്ട്രിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിക്ക് പോലെ, എന്ന് വെച്ച് കൊച്ചു കുട്ടികളൊന്നും കെമിക്കൽസ് ഉണ്ടാക്കാൻ മെനക്കെടണ്ട കേട്ടോ. അവരാരെയും കെമിക്കൽസിൻ്റെ അടുത്ത് അടുപ്പിക്കാൻ പോലും പാടില്ല. അപ്പോൾ ഇതിന് നമുക്കൊരു കളർ ആവശ്യമാണ്. ആ കളർ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇത് നമ്മൾ അതിൽ ചേർക്കുന്ന പെർഫ്യൂമാണ് കേട്ടോ. മണം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ചേർക്കുന്ന പെർഫ്യൂമാണ്. അതിൻ്റെ ഒരു മണമാണ് കേട്ടോ. ആ ഒരു ഫ്ലേവറാണ് നമുക്കിതിൽ കിട്ടുന്ന ആ ഒരു മണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര മണമാണ് കേട്ടോ. നല്ല മണമാണ്. പിന്നീട് ഇത്രയും സാധനങ്ങൾ ഈ ഒരു 4 ഐറ്റം ഉണ്ടെങ്കിൽ, 4-5 ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഈ ഒരു ലിക്വിഡ് വാഷ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേറൊന്നും വേണ്ട, 2 പ്ലാസ്റ്റിക് ബക്കറ്റാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളും ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ചുമ്മാതല്ല, ഈ പ്ലാസ്റ്റിക് ബക്കറ്റിൽ നമ്മൾ ആദ്യം 4 ലിറ്റർ വെള്ളം അളന്ന് വീത്തണം. 4 ലിറ്റർ വെള്ളം തന്നെ നമ്മൾ എടുക്കണം. കുറച്ചധികം പോലും ആകാൻ പാടില്ല. വെള്ളം കുറഞ്ഞാലും അതിൻ്റെ ഒരു കറക്റ്റ് ഇഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ 4 ലിറ്റർ വെള്ളം നമ്മൾ പയ്യൻസ് എടുത്തിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു 1-ാം നമ്പർ പൊടി ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി ഇത് നമ്മൾ ഈ 4 ലിറ്റർ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ പയ്യൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഇതിനെ കൈയൊക്കെ നല്ല കെമിക്കലിൽ നിന്ന് നമ്മുടെ കയ്യിലൊക്കെ മോചനം കിട്ടുന്നതിന് വേണ്ടി ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ 4 ലിറ്റർ വെള്ളത്തിലോട്ട് ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിനെ ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം കേട്ടോ. അത് അത്യാവശ്യമാണ്. ഇത് ഇളക്കുമ്പോൾ നമ്മൾ ഇതിട്ടിട്ട് ഇത് എല്ലാം കൂടി ചേരുമ്പോൾ ഇതിനൊരു ചൂട് വരും. അപ്പോൾ ഇത് ചൂടാകും. അപ്പോൾ നമ്മൾ ബക്കറ്റിന് പുറത്ത് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നല്ലൊരു ചൂട്, ചെറിയൊരു ചൂട് നമുക്കിതിൽ അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ഇളക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് നമ്മൾ ഇളക്കുക. ഏതൊരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നതിന് അതിൻ്റെ മിക്സിംഗ് ആണ് പെർഫെക്റ്റ് ആക്കുന്നത്. ആ ഒരു സാധനത്തെ പെർഫെക്റ്റ് ആക്കുന്നത് അതിനൊരു മിക്സിംഗ് ഉണ്ട്. ആ മിക്സിങ് ശരിയല്ല എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു സാധനവും നമുക്ക് ലഭിക്കില്ല എന്നെല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഒരു തരി പോലും കാണാൻ പാടില്ലാത്ത രീതിയിലാണ് നമ്മളിത് ഇളക്കി യോജിപ്പിച്ചത്. അങ്ങനെ ഇളക്കുമ്പോൾ നമുക്കൊരു കഞ്ഞിവെള്ളത്തിൻ്റെ കളർ കിട്ടും കേട്ടോ. നമ്മൾ പുറത്ത് പിടിച്ച് നോക്കുമ്പോൾ നല്ലൊരു ചൂടും കാണും. ഇനി കുറച്ച് നേരം കൂടി നമ്മൾ ഇളക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി നമ്മളത് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുത്തൊരു ബക്കറ്റ് എടുക്കുക. ഈ ബക്കറ്റിൽ നമ്മൾ 4 ലിറ്റർ വെള്ളം എടുക്കണം കേട്ടോ. ആ 4 ലിറ്റർ വെള്ളത്തിലോട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ കുപ്പിയിലുള്ള സ്ലറി ഉണ്ടല്ലോ, ആ സ്ലറി പൊട്ടിച്ച് ആ 4 ലിറ്റർ വെള്ളത്തിലോട്ട് ഒഴിക്കുക. അപ്പം നമ്മളിവിടെ 4 ലിറ്റർ വെള്ളം എടുത്തിട്ട് ആ സ്ലറി ഇതാണ്. നമ്മുടെ സ്ലറി മികച്ചതാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് പെർഫെക്റ്റ് ആയി തീരുകയുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ നല്ല മികച്ച രീതിയിലുള്ള സ്ലറി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യാനുള്ളത് കണ്ടോ, ഇത് നമ്മൾ അടുത്ത് വെച്ച് നോക്കുമ്പോൾ കണ്ടോ ഒരു തരിതരിപ്പ് പോലെ ഇതിൽ കിടക്കുന്നത് കാണാം. പക്ഷേ ഇത് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച്, ഇപ്പോൾ ഇത് നല്ല ലൂസാണ്, പെട്ടെന്ന് നമുക്ക് ഇളക്കാൻ പറ്റും. ഇത് നമ്മൾ ഒരു കട്ടിയായിട്ട് ഇളക്കി നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ മിക്സിംഗ് ആണ് പെർഫെക്റ്റ് ആവേണ്ടത്. ഇത് കണ്ടോ ഒരു പിരിപിരായി ഇപ്പോൾ കിടക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് യോജിപ്പിക്കണം. ആ പിരിപിരിപ്പൊക്കെ മാറി നല്ലതുപോലെ ആ ഒരു ജെല്ല് നല്ല കൊഴുപ്പ് ആവുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. കണ്ടോ ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം ഇതിന് നല്ല ഒരു പരുപരിപ്പ് ഉണ്ട്. അപ്പോൾ അത് മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പയ്യൻസ് ഇവിടെ കൈവിടാതെ ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അവന് വിശക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പരിപാടി അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു സമയവുമായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ഇളക്കി വേഗം തന്നെ നമ്മൾ ഇതിനെ 6 മണിക്കൂർ നമ്മൾ തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും 6 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മളിതാ സാധനങ്ങൾ രണ്ടും പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ നമ്മുടെ ഫൈനായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു കളറ്, നമ്മുടെ ആ ഒരു ജെല്ല് കണ്ടോ, ഇത് നമ്മൾ ഈ ഒരു സ്ലറി നമ്മൾ കലക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 4 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിത് ഇളക്കി യോജിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളിത് വീത്തി വരുമ്പോൾ നമുക്ക് ഈ 4 ലിറ്റർ ഒന്നും കിട്ടത്തില്ല കേട്ടോ, അതിൽ കുറച്ചൊക്കെ കുറയും. അപ്പോൾ ഈ ഒരു ബക്കറ്റിൽ ഇരിക്കുന്ന ആ ഒരു ഇവ രണ്ടും കൂടി ഇനി നമ്മൾ മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബക്കറ്റിലിരിക്കുന്ന ആദ്യം നമ്മൾ കലക്കിയ ആ ഒരു സാധനം ഈ ഒരു ബക്കറ്റിലോട്ട് നമ്മൾ തെളിച്ച് വീത്തുക. നമ്മൾ അത് വീത്താൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 6 മണിക്കൂർ റെസ്റ്റിങ്ങിന് ശേഷം ഇത് നമ്മൾ ഈ ഒരു ബക്കറ്റിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് രണ്ടും കൂടി ഇനി നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനെ നമ്മൾ ഇളക്കുന്ന ആ ഒരു പെർഫെക്റ്റ് അനുസരിച്ചിട്ടാണ് ഇതിൽ ഇനി നമുക്ക് ഈ ഒരു ലിക്വിഡായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇതൊരു വെള്ളത്തിൻ്റെ മയമായി കേട്ടോ. പലരും നമ്മൾ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ബാക്കി എല്ലാം കൂടി ചേർത്ത് ഇളക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇളക്കും. അങ്ങനെ ഇളക്കുന്നതിനനുസരിച്ച് ഇതിൽ നല്ല പതയുണ്ടാവും കേട്ടോ. നന്നായിട്ട് പത വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കുറച്ചൊന്ന് കട്ടി ആ ഒരു പാകത്തിന് നമ്മൾ ഇളക്കിയാൽ മാത്രമേ ആ ഒരു ലിക്വിഡായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ശരിക്കും ഒരു വെള്ളത്തിൻ്റെ ആ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അത് നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു ലിക്വിഡ് ഫോമിലാവണമെങ്കിൽ നമ്മൾ നന്നായിട്ട് കുറച്ചധികം പരിശ്രമിച്ചിളക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ആ ഒരു ശ്രമം എന്ന് പറയുന്നത് കുറച്ചധികമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി അടുത്ത ഒരു പരിപാടി കൂടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് നന്നായിട്ട് നല്ല പത വരുന്നത് കണ്ടോ. ഇത് നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് പത കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇളക്കി ഞാനും എൻ്റെ മോനും കൂടി മാറിയും തിരിഞ്ഞും ഇങ്ങനെ ഇളക്കി ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്
അടുത്തൊരു 3-ാം നമ്പർ ഒരു വെളുത്ത പൊടിയാണ്. അപ്പോൾ ഈ സംഭവം നമ്മൾ ഒരു 750 മില്ലി വെള്ളം എടുത്തിട്ട് അതിലേക്ക് അത് കലക്കി കൊടുക്കണം. ഈ 750 മില്ലി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 750 മില്ലി വെള്ളം തന്നെ നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു 3-ാം നമ്പർ പൊടി കലക്കാൻ പോവുകയാണ്. ഇനി നമ്മുടെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പരിപാടി കഴിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി അടുത്ത് നമ്മൾ മറ്റൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ 750 ml മില്ലിയാണ് കേട്ടോ. 750 മില്ലി വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ വേണ്ട, 750 മില്ലി വെള്ളം മതിയാകും. അപ്പം നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് ഒരു 3-ാം നമ്പർ പൊടി ഇട്ട് കലക്കി കൊടുക്കുന്നതാണ്. ആ പൊടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള കളറ് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് ഒരു ബ്രൗൺ കളറാണ്. നല്ല ബ്രൗണിഷ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ കാപ്പിപ്പൊടിയുടെ കളർ പോലെയൊക്കെയുള്ളൊരു കളറാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു കളറ് ആ ഒരു കൂട്ടിലോട്ട് നമ്മൾ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കളറൊക്കെ നന്നായിട്ട് മിക്സ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇത് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പം ചില സ്ഥലങ്ങളിലൊക്കെ കളർ കട്ടി കൂടി കിടക്കുന്നത് കാണാം. അത് നമ്മൾ ശരിക്കും നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഇളക്കുന്ന ഈ ഒരു പൈപ്പ് മുകളിലോട്ടൊന്ന് ഇറ്റിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എല്ലാ സ്ഥലത്തും ഒരേ കളറ് ആണെങ്കിൽ ആ ഒരു കളറ് മിക്സായി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു കളറ് ഒക്കെ ഇട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് വേറൊന്നുമല്ല, നമ്മുടെ കളർ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റ് കൂടി മാത്രമേ ചേർക്കാനുള്ളൂ. അത് നമ്മുടെ സ്മെല്ലാണ്. നമ്മുടെ ഈ ഒരു പെർഫ്യൂമാണ് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത്. ഈ ഒരു ലിക്വിഡ് വാഷിന് ആവശ്യമായിട്ടുള്ള പെർഫ്യൂം നമ്മൾ ഇനി അടുത്ത് ഇതിലോട്ട് ചേർക്കാനായിട്ട് പോവുകയാണ്. അതിന് മുന്നേ നമ്മൾ നന്നായിട്ട് കളറ് നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു പെർഫ്യൂമും കൂടി ഇട്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ ആദ്യം ബക്കറ്റിൽ കലക്കി വെച്ചിരിക്കുന്ന ആ 2 മിക്സും ഈ ഒരു മിക്സും കൂടി നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ റെഡിയായി കഴിയും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് നമ്മുടെ പെർഫ്യൂം ഒഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ പെർഫ്യൂം ഇതാ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പെർഫ്യൂം അതിലോട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ 2 മിക്സും കൂടി ചേർത്ത് ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ നമ്മൾ എല്ലാം ഒരുമിച്ച് ചേർത്തു. അപ്പോൾ പല പല ബക്കറ്റുകളിലായിട്ടൊക്കെ നമ്മൾ യോജിപ്പിച്ച് വന്ന ഈ ഒരു കൂട്ട് എല്ലാം കൂടി നമ്മൾ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനും ഇതൊരു ലിക്വിഡ് പോലെ ഒരു കട്ടിയായിട്ട് വരുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വീണ്ടും ഇളക്കണം കേട്ടോ. ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് ഇതിന് നല്ലതുപോലെ പത വന്നുകൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനനുസരിച്ച്. അപ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും നമ്മൾ ഇളക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലിക്വിഡ് വാഷ് അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നല്ല എന്തൊരു കളറാണ്, നല്ലൊരു പിങ്ക് കളറിൽ നല്ല ഭംഗി, കാണാൻ നല്ല രസമുള്ളൊരു കളറിൽ, നമ്മൾ പറയുമ്പോൾ ഒരു മജന്ത കളറ്, അങ്ങനെ ഒരു കളറിലാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ കോരി നമ്മൾ കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കുക. കാരണം അതിൻ്റെ മണം ഒട്ടും പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് മുറുകെ അടച്ച് അങ്ങ് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ കഴിയും ഗൈസ്. അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുള്ളവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളിവിടെ നമ്മുടെ വാട്സാപ്പ് ബിസിനസ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനം എത്തിച്ചു നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി 10 ലിറ്ററിൻ്റെ ക്ലോത്ത് ലിക്വിഡ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു.